സിനിമയിൽ നിൽക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം. സംവിധായകരും നിർമ്മാതാക്കളും ആവശ്യപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് ചെയ്യാത്തവർക്ക് സിനിമയിൽ വലിയ നിലനിൽപ്പ് ഉണ്ടാകാറില്ല. എത്ര വലിയ നടിയാണെങ്കിലും സിനിമയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് നല്ല വേഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ നടിയാണ് ലളിതശ്രീ. ലളിതശ്രീയെ നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർ ഓർക്കുന്നത് ഹാസ്യ നടിയായിട്ടാണ്. പക്ഷേ അവർ നായികയായി അഭിനയിച്ചിരുന്നു ഒരു കാലത്ത്. കോട്ടയത്താണ് അവർ ജനിച്ചത്. അച്ഛൻ ചന്ദ്രശേഖരൻ നായർ ഡോക്ടർ, അമ്മ സരസ്വതി അമ്മ. വിജയവാഡയിലേക്ക് കുടിയേറി കുടുംബം. ലളിതശ്രീ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ അന്തരിച്ചു. പിന്നീട് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ ചെന്നൈയിലെത്തി. ഉണർച്ചികൾ എന്ന ചിത്രത്തിൽ നായികയായി. ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ വലിയ നടിയാകുമായിരുന്നു ലളിതശ്രീ. 15ാം വയസ്സിലാണ് ഉണർച്ചികൾ എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചത്. പിന്നീട് ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി. അലാവുദ്ദീനും അത്ഭുത വിളക്കും, വിടരുന്ന മുട്ടുകൾ, സീമന്തിനി, അപരാജിത തുടങ്ങി 100ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തൻ്റെ തടിച്ച ശരീരം കാഴ്ച വസ്തുവാക്കാനായിരുന്നു ലളിതശ്രീയുടെ നിയോഗം. ജഗതി ലളിതശ്രീ കോമഡി ഒരു കാലത്ത് മലയാള സിനിമയിൽ തരംഗമായിരുന്നു. ഒരു കാലത്ത് നായികയായ ലളിതശ്രീ പിന്നീട് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കേണ്ട ഗതികേടിൽ എത്തി. അവസരങ്ങൾ കുറഞ്ഞപ്പോൾ KS ഗോപാലകൃഷ്ണൻ്റെയും T ചന്ദ്രകുമാറിൻ്റെയും രതിചിത്രങ്ങളിൽ അഭിനയിച്ചു അവർ. അപ്പോഴും അവർ തൻ്റെ മാനം വിൽക്കാൻ തയ്യാറായില്ല. സിനിമാമംഗളം വാരികയിൽ അവർ ആത്മകഥ എഴുതി. മുഖംമൂടിയില്ലാത്ത ആത്മകഥ. ആ ആത്മകഥയിൽ പല സൂപ്പർ നടന്മാരുടെയും തനിനിറം അവർ പറയുന്നുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ അന്നത്തെ സൂപ്പർ സ്റ്റാറായ രതീഷ് അവർക്ക് സിഗരറ്റ് പാക്കറ്റിൽ കാമലേഖനം എഴുതി അയച്ചു. രാത്രി 12 മണിക്ക് തൻ്റെ മുറിയിൽ വരണമെന്നായിരുന്നു രതീഷിൻ്റെ ആവശ്യം. അവർ പോയില്ല. അതുകൊണ്ട് ആ സിനിമയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു. അവർക്ക് രതീഷിനോട് പകയില്ല. പക്ഷേ ആർക്കു വേണ്ടിയും വഴങ്ങാൻ, അല്ലെങ്കിൽ അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെടാൻ താൻ തയ്യാറല്ലായിരുന്നു എന്നവർ പറയുന്നു. പ്രശസ്തനായ പത്രപ്രവർത്തകനായ തിരക്കഥാകൃത്ത് ഒരു രാത്രി അവരുടെ മുറിയിൽ മുട്ടി വിളിച്ചു. രാത്രി മുട്ടി വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലായി. വാതിൽ തുറന്നപ്പോൾ അയാൾ മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്നു. ലളിതശ്രീയുമായി കിടപ്പറ പങ്കിടണം, അതാണ് അയാളുടെ ഉദ്ദേശം. വാതിൽ അടച്ചു ലളിതശ്രീ. ആ സിനിമയിൽ നിന്ന് ലളിതശ്രീ പുറത്തായി. ഇങ്ങനെ ആർക്കും വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നടിക്ക്. അതെല്ലാം അവർ തുറന്നെഴുതിയപ്പോൾ പകൽമാന്യന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു. സിനിമയിലെ പിന്നാമ്പുറ കഥകൾ പരസ്യമായി മാറി. ആ ആത്മകഥ നിർത്താൻ ലളിതശ്രീക്ക് മേൽ സമ്മർദ്ദമുണ്ടായി. പക്ഷേ അവർ ധൈര്യപൂർവം ആത്മകഥ തുടർന്നു. ആത്മകഥയിൽ ഉടനീളം സിനിമാരംഗത്തെ രതികഥകളുടെ വർണ്ണനയായിരുന്നു. സിനിമാരംഗത്തെ യഥാർത്ഥ രതികഥകളുടെ വർണ്ണന എന്ന് വേണമെങ്കിൽ പറയാം. സിനിമാമംഗളം അന്ന് സർക്കുലേഷനിൽ 1ാമതെത്തിയതും ശ്രദ്ധേയം. ലളിതശ്രീ വിജയഭാരതിയെ വിവാഹം കഴിച്ചു. ബിസിനസ്സുകാരനായിരുന്നു അയാൾ. ആ വിവാഹമോചനത്തിൽ കലാശിച്ചു. പിന്നീട് സുചിത്ര എന്നൊരു മകളെ ദത്തെടുത്തു. ലളിതശ്രീയും സുചിത്രയും ചേർന്ന് ചെന്നൈയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നു ഇപ്പോൾ. മാത്രമല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും
എഴുത്തുകാരിയായും പരിഭാഷകയായും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ലളിതശ്രീ.